ഹലോ, കൃഷ്ണാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം ഇവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പം മൈക്കും പാട്ടൊക്കെ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, പിന്നെ വെറുതെ ഇടാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേന് ഞാനിത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇന്നാണ് കേട്ടോ അത് ഇടാനായിട്ടുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഞാൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മോട്ടറൊന്ന് പണി മുടക്കായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മുടെ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാത്രം കഴുകാനൊക്കെ കിടന്നുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വന്നിട്ട് വേണം കേട്ടോ പാത്രം കഴുകാനായിട്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എഴുന്നേൽക്കുന്നതിന് മുന്നായിട്ട് വെളിയിലിറങ്ങി വെള്ളമൊക്കെ എടുക്കണം, അല്ലെങ്കിൽ അവൻ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് പണിയൊക്കെ തീർക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ എണീറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല വെള്ളം അറിയാമല്ലോ, ഇവിടുത്തെ വെള്ളം കുടിക്കാനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം നല്ല വെള്ളം നമ്മൾ എപ്പോഴും വാങ്ങിക്കുവാണ്. അപ്പോൾ അത് നമ്മൾ 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്കിൽ വാങ്ങിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് കുടിക്കാനുള്ള വെള്ളവും നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ കുടിക്കാനുള്ള വെള്ളം ആദ്യം തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഇതാ വെളിയിൽ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാണ്. അപ്പം നമുക്കിങ്ങനെ മുക്കിയെടുക്കാൻ പാകത്തിന് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ കിണറ്റിൽ വെള്ളം കയറ്റിക്കൊണ്ട് ഇപ്പോൾ കിണറ്റിൽ നിറച്ച് വെള്ളമായി. അപ്പോൾ പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. അപ്പോൾ ഞാൻ പാത്രം കഴുകാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കേട്ടോ. ഇനി കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല. വൈകിട്ട് ഞാൻ നേരത്തെ കഴുകിക്കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ വൈകിട്ടത്തെ 1-2 നമ്മളെ ഫ്രിഡ്ജിൽ ബാക്കി വരുന്നതൊക്കെ എടുത്തു വയ്ക്കുമല്ലോ, അപ്പോൾ അതിനുള്ള പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം കഴുകിയെടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് കാപ്പിക്കുള്ള വെള്ളവും കൂടെ വയ്ക്കുവാണ്. രാവിലെ കട്ടൻ കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത്. കാരണം അത് കുടിച്ചില്ലെങ്കിൽ ഒരു എനർജി കിട്ടത്തില്ല ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫസ്റ്റിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അടുത്ത പരിപാടികൾ. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം ഞാൻ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ചെറിയ അടുപ്പിലായിരുന്നു ചോറിനുള്ള വെള്ളം വെച്ചിരുന്നത്. അതപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് വലിയ അടുപ്പിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അതും ഒന്ന് എടുത്ത് വെളിയിൽ തണുപ്പ് മാറാൻ വേണ്ടി വെച്ചു. ഇനി ചമ്മന്തിയൊക്കെ ഒന്ന് അരയ്ക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് വേഗം തുണി അലക്കിയിട്ട് കേട്ടോ. അവൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേണമല്ലോ തുണി അലക്കാനായിട്ട്. അപ്പം വെയിലാകുന്നതിന് മുമ്പ് തന്നെ ഞാനിപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് അലക്കാറുണ്ട്. കാരണം വെയിലായി കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടുമാണ്, വെയിലും കൊള്ളണം. അപ്പോൾ രാവിലെ തന്നെ തുണിയൊക്കെ നനച്ചിട്ടു. എന്നിട്ട് എല്ലായിടും ഒന്ന് തൂത്തൂടെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ചോറിനുള്ള വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കിന് അരി ഇട്ടാൽ മതിയല്ലോ. അപ്പോഴത്തേന് ഇതാ നമ്മുടെ ഉണ്ണിക്കണ്ണൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ രാവിലെ വന്ന ഉടനെ വണ്ടിയൊക്കെ തപ്പുവാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ചില ദിവസം എണീറ്റ് വന്ന് ഭയങ്കര അലമ്പാണ് കേട്ടോ, ചില ദിവസം വലിയ കുഴപ്പമില്ല, നല്ല കുട്ടിയായിട്ടായിരിക്കും എണീറ്റ് വരുന്നത്. അപ്പോൾ അതാ അവൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന കുറേ പിന്നെ പുള്ളി ഇങ്ങനെ നടക്കും. അപ്പോഴത്തേനിതാ ഒരു വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കളിക്കുകയാണ് ഞാനത് വിരിക്കാൻ വന്നപ്പോഴത്തേക്കിന്. പിന്നെ ബാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് വന്നതാ നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം നമ്മുടെ കുക്കറിൽ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് വേവിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതാ ചമ്മന്തിക്കുള്ള തേങ്ങയും ഒക്കെ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചെറുപയറും എന്ത് റെഡിയായി, ദോശയും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം രാവിലെ തന്നെ ഇതാ നല്ല മഴക്കാർ വെച്ചു കേട്ടോ, നല്ലൊരു മൂടലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പേടിച്ചു നിന്നതേ മഴ പെയ്യോ, പിന്നെ തുണി എടുത്തിട്ടുണ്ടേ ഒന്ന് തോർന്ന് നന്നായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. രാവിലെ കൊണ്ടിടുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ചൂടിന് അങ്ങ് തോർന്ന് കിട്ടും. അപ്പോൾ അതാ കണ്ടോ നന്നായിട്ട് ഇരുണ്ട് മൂടി വന്നിട്ടുണ്ട്, പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. അപ്പോൾ തുണിയൊക്കെ അവിടെ തന്നെ ഞാൻ ഇട്ടു, ഞാൻ എടുക്കാനായിട്ട് പോയില്ല. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ പെയ്യില്ല എന്ന്, കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പോഴത്തേക്കിന്. പിന്നെ നന്നായിട്ട് നമ്മുടെ ചെറുപയർ കറി വെക്കണം കേട്ടോ.
അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചതച്ച് കറിവേപ്പില വീട്ടിൽ നിന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് പയറും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഉലർത്തിയെടുത്ത് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ആ കൂടെ തന്നെ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കടുക് പൊട്ടിക്കുന്നൊന്നും കാണിക്കാൻ വിട്ടുപോയി. കാരണം മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഭയങ്കര ബഹളമാണ് കേട്ടോ. കുഞ്ഞിലെ അവന് ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 വയസ്സൊക്കെ ആയപ്പോഴത്തേനും ആ പേടിയൊക്കെ മാറിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേനും വെറുതെ വന്ന് കിടന്ന് കാറാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബഹളമൊക്കെ ആയാണ് ഞാൻ ആ കാര്യം വിട്ടുപോയി. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും കടുകൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പയറ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുവാണ് കേട്ടോ. അപ്പം നമ്മൾ വെക്കുന്ന പാത്രത്തിൽ നിന്ന് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി മൂടി വയ്ക്കുക. കറിയൊക്കെ എന്ത് വെച്ചാലും അങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ ആ പാത്രം വലിയ പാത്രങ്ങളെല്ലാം എടുത്ത് പിന്നെ അങ്ങ് കഴുകി വയ്ക്കും. അപ്പം ഇത്രയും പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ലോഡ് പാത്രമായി കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് കഴുകി വയ്ക്കട്ടെ. ഇപ്പോൾ പൈപ്പിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് കേട്ടോ പാത്രം കഴുകുക. കാരണം ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കഴുകുമ്പോഴത്തേന് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാടത്തെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിണറ്റിൽ വെള്ളമൊന്നും ഇല്ലാഞ്ഞപ്പം ഇതുപോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം പ്രാർത്ഥിച്ചു, ദൈവമേ പെട്ടെന്ന് കൃഷിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വെള്ളം കയറ്റുമായിരുന്നെങ്കിൽ കിണറ്റിൽ വെള്ളമായിരുന്നല്ലോ, ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കഴുകുണ്ടായിരുന്നല്ലോ. അതൊക്കെ മാറി വെള്ളവും വന്നു കഴിഞ്ഞപ്പോൾ ഇതാ മോട്ടർ പണി മുടക്കി കേട്ടോ. ഇപ്പോൾ ഇന്നത് ശരിയാക്കണം. അപ്പോൾ ഇതിനെന്താ ഉണ്ണിക്കണ്ണം കണ്ടോ, ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കും, പിന്നെ ഇങ്ങനെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ അടുക്കള നിൽക്കുമ്പോഴത്തേക്കിന് വളരെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ഇവൻ പെട്ടെന്ന് പുറകെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണത്തില്ല. കാരണം നമ്മൾ എന്തെങ്കിലും കയ്യിലെടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും അങ്ങനെ തട്ടി മറിഞ്ഞാലും. അപ്പം വളരെ സൂക്ഷിച്ചാണ് കേട്ടോ ഞാൻ അവിടെ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ എന്താ കഞ്ഞിയൊക്കെ എടുത്ത് അടുപ്പത്ത് ഒന്നുകൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് നമ്മുടെ പാത്രം വേഗം കഴുകിയെടുക്കുകയാണ്. നമ്മുടെ പാത്രം കഴുകൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറൊക്കെ എടുത്ത് വാർത്തിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം ചെറുപയർ മാത്രമല്ല കേട്ടോ കറി, ചേട്ടൻ മീൻ കൊണ്ടുവരും. അപ്പം അതിന് മുമ്പായിട്ട് ബാക്കി പണികളൊക്കെ തീർത്ത് വെച്ചേക്കാന്ന് ഓർത്തിട്ട് അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിടാന്ന് വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ചെടുക്കുകയാണ്. എനിക്ക് വേറെ എവിടെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ, അടുക്കള ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നതിലാണ് കേട്ടോ. അടുക്കളയിലോട്ട് കയറുമ്പം അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ വൈകിട്ടായാലും ഞാൻ പാത്രങ്ങളെല്ലാം മുഴുവൻ കഴുകി വെച്ച് തുടച്ച് തൂത്തിട്ടേ കിടക്കാറുള്ളൂ. പിന്നെ വെള്ളം ഇല്ലാഞ്ഞ കാരണം കുറച്ച് പാത്രം മാത്രം അവിടെ കിടന്നത് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഇതാ അത്രയും പണികൾ തീർന്നപ്പം അടുക്കള ഒരുമാതിരി നാശമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇനി മീൻ കൊണ്ടുവന്ന് കഴിയുമ്പം അതും വെക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തൂരും തുടപ്പുമൊക്കെ വീണ്ടും കാണും. എന്നാലും സാരമില്ല. അപ്പം അങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേന് എനിക്കെന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ ഇതാ നല്ല ക്ലീനാക്കി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും ചേട്ടൻ മീനും കൊണ്ട് വന്നു കേട്ടോ. മത്തിയായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അത് ചെറിയ മത്തിയായതുകൊണ്ട് തന്നെ പീര വെച്ച് കേട്ടോ. മാങ്ങ ഇട്ടിട്ടാണ് പീര വെച്ചത്. പിന്നെ 1-2 കിളിമീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വറക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. നമ്മുടെ ഉച്ച വരത്തെ പരിപാടികൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോയി കിടന്നൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോയി. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയാണ് കേട്ടോ. കാരണം ഉണ്ണിക്കണ്ണനെ കൊണ്ട് അവിടെ പോയി നിൽപ്പൊന്നും നടക്കത്തില്ല. അവൻ്റെ വിധം എപ്പോഴാണ് മാറുന്നത്. പിന്നെ നമ്മൾ സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ നടപ്പുള്ളതാണ്. പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരേണ്ടി വരും കേട്ടോ. അവൻ ഓടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടുത്തെ ലൈറ്റ് സംഭവങ്ങളൊക്കെ കണ്ടിങ്ങനെ അതാ ഉണ്ണിക്കണ്ണൻ സ്കൂട്ടറിൽ നടക്കാതെ അവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ട് അവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ സീ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക്